അങ്ങനെ ഇന്നലത്തെ രാത്രിയിലത്തെ ലൈവിൽ അർജുനും ശ്രീതും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ശ്രീതു പറയുന്നുണ്ട്, 50 ദിവസമായി, ഇത്രയും ദിവസമായിട്ട് നീ ഫേക്കായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ തമാശയ്ക്ക് ഇങ്ങനെ അർജുനോട് പറയുന്നുണ്ട്. അതെനിക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ, വേറെ ആർക്കും അത് മനസ്സിലാവുന്നില്ല. എന്നിട്ട് നിനക്ക് സ്മൈൽ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ടവലിലൊക്കെ എഴുതി കൊടുത്ത് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അർജുൻ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, സ്മൈൽ ചെയ്യുമെന്ന് എഴുതിയത് മാത്രമല്ല, കുറച്ച് ഉമ്മകളും കൂടെ അതിലുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട്, അത് ഉമ്മകളൊന്നും അല്ല, അത് വേറെ സീലാണ്, അത് പ്രിൻ്റാണ്, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അത് പ്രിൻ്റ് ഒന്നും അല്ല എന്ന് പറയുമ്പോഴത്തേനും ശ്രീതു പറയുന്നത്, നിൻ്റെ ആഗ്രഹമാണ് അത് പ്രിൻ്റ് അല്ല എന്നുള്ളത്, പക്ഷെ അതിനകത്ത് ശരിക്കും സീലാണ്, അല്ലാതെ അത് ഉമ്മകളൊന്നും അല്ല എന്നുള്ള രീതിക്ക് ശ്രീതു പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്ന് ചിരിക്കുന്ന സമയത്ത് ശ്രീതു പറയുകയാണ്, അർജുൻ ഇപ്പോൾ പുതിയ ഫ്രണ്ട്സൊക്കെ ആയാലോ, എല്ലാവർക്കും ഇപ്പോൾ ഗ്യാങ്ങൊക്കെ ആയി എന്ന് പറയുകയാണ്, എനിക്ക് മാത്രം ആരും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ പുതിയ ഫ്രണ്ട് ആരാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീതു പറയുന്നത്, അതെനിക്കറിയാം നിൻ്റെ പുതിയ ഫ്രണ്ട് ആരാന്ന്, നിനക്കും അറിയാം ഞാൻ ആരുടെ പേരാ പറയാൻ പോണേന്ന്, അതുകൊണ്ട് ഇനി നീ കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീതു പറയാണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ശ്രീതു സീരിയസ് ആയിട്ട് ഇങ്ങനെ റസ്മിൻ്റെ കാര്യം പറയുകയാണ്. റസ്മിൻ ആരും ഇല്ലാണ്ട് അവൾ കരഞ്ഞ സമയം ഉണ്ടായിരുന്നു കൺഫെഷൻ റൂമിൽ, പക്ഷെ അവൾക്ക് ആരോടെങ്കിലും പറയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അവൾ എന്നോട് പറഞ്ഞിരുന്നു, ഒരു വ്യക്തിയിൽ നിന്ന് അവൾക്ക് ഭയങ്കര ഹേർട്ടായി എന്നുള്ളത് അവൾ എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ആരോടും പറയണ്ടെന്നൊന്നും അവൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനിപ്പോൾ അത് നിന്നോട് പറയുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ശ്രീതു അത് ആരാണ്, ആരെക്കുറിച്ചാണ് റസ്മിൻ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.